Hello, children. So the next topic is acid-base titrations. Uh, now, ഈ acid-base titration എന്ന് പറയുന്നത് is basically if you want to find the concentration of an acid or base. Okay. So, ഇതിൻ്റെ ഒരു basic reaction എന്താ വെച്ചാൽ we know that an acid and a base will react to form salt and water. This is a typical reaction, and we call this reaction neutralization reaction. So what actually is happening is നമുക്ക് ആസിഡിൻ്റെ H+, ബേസിൻ്റെ OH നെഗറ്റീവ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് H2O ഉണ്ടാവുകയാണ്. സോ അവിടെയാണ് ഈ ന്യൂട്രലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ, ഈ ഒരു ബേസിസ് ഓഫ് ദിസ് റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് ആൻ ആസിഡ് ഓർ ബേസ് വിച്ച് യു ഡോണ്ട് നോ. നമുക്കറിയാത്തൊരു ഇതിൻ്റെ നമുക്കത് കണ്ടുപിടിക്കാം ബൈ അതായത് നമുക്കിപ്പോൾ ഒരു ആസിഡാണ് നമുക്ക് അറിയണത്, നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ അറിയണ്ടെങ്കിൽ അറിയാത്ത ഒരു ബേസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ വഴി നമുക്ക് ടൈട്രേഷൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇഫ് ഐ ആം so let me define two terms, alkalimetry and acidimetry. Metry just means measurements. Okay, so alkali ആണ് നമ്മൾ എന്താ പറയുക കോൺസെൻട്രേഷൻ ഓഫ് ദി ആൽക്കലി ആണ് അല്ലെങ്കിൽ ബേസിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ വി കോൾ ഇറ്റ് ആൽക്കലിമെട്രി. ഒരു ആസിഡ് അറിയാത്തത് നമുക്ക് ആസിഡാണ്, അൺനോൺ ആസിഡാണ്, കോൺസെൻട്രേഷൻ അൺനോൺ ആസിഡാണ്, അതിൻ്റെയാണ് നമ്മൾ ടൈട്രേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് അസിഡിമെട്രി. ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് ഓർ ദാറ്റ് ടൈട്രേഷൻ ഇസ് കോൾഡ് അസിഡിമെട്രി. ഓക്കെ, സോ ഇനി കുറച്ച് ടേംസ് നമ്മൾ ഒന്ന് ഫെമിലറൈസ് ചെയ്യണം. സോ വാട്ട് ഈസ് കോൾഡ് ടൈട്രൻറ്റ്? ഓക്കെ, ടൈട്രൻറ്റ് ഓർ അതിൻ്റെ പേര് ടൈട്രേറ്റർ എന്ന് നമ്മൾ പറയും. ഇത് പറയണത് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ ഓഫ് നോൺ കോൺസെൻട്രേഷൻ, അതിനെയാണ് നമ്മൾ ടൈട്രൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയണം. നൗ ലെറ്റ് മീ റിലേറ്റ് ഇറ്റ് ടു വാട്ട് യു ഹാവ് ഡൺ. നമ്മൾ എടുത്തത് സോഡിയം കാർബണേറ്റും ആൻഡ് ഐ ഗേവ് യു HCl. ഓക്കെ, സോഡിയം കാർബണേറ്റ് നമ്മൾ കറക്റ്റ് വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ആ 250 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നമ്മൾ എടുത്ത് നമ്മൾ ഷേക്ക് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ മൊലാരിറ്റി ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. വെയിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. സോ ദിസ് ഇസ് ദ പ്രൈമറി സ്റ്റാൻഡേർഡ്. So this is what is my titrant. ഈ കേസിൽ titrant ഇതാണ്. Now analyte or I can call എന്താ പറയുക, analyte, let's call it that way. Analyte is the one which is of unknown concentration, അതായത് കോൺസെൻട്രേഷൻ അറിയാത്തതിൻ്റെയാണ് നമ്മൾ ഈ കേസിൽ HCl ആണ് നമ്മുടെ analytes. Now what is the method you are now very well familiar with. അതായത് in all generally ആണ് ഞാൻ പറഞ്ഞത്, acid is always taken in the burette. ഓക്കെ, ആസിഡ് ബ്യൂററ്റിൽ എടുക്കും ആൻഡ് നമുക്ക് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ ബേസ് പിപ്പറ്റ് ചെയ്യും. നൗ ഈ പിപ്പറ്റ് ചെയ്യണ ബേസിൻ്റെ വോളിയം ഇസ് നോൺ. ഓക്കെ, ബ്യൂററ്റിലുള്ള ആസിഡിൻ്റെ മൊലാരിറ്റി ഓക്കെ, നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയണ്ട. ഓക്കെ, സോ നമുക്ക് ഇവിടെ വോളിയം നമുക്ക് അൺനോൺ ആണ് ബിക്കോസ് വി ആർ ഗോയിങ് ടു ഓൺലി ടൈട്രേറ്റ്, റൈറ്റ്? സോ ഇക്വലൻസ് പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഇക്വലൻസ് പോയിന്റിൽ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഈക്വൽസ് number of
moles of base. Okay, so equivalence point correct നമ്മുടെ amount of titrant added will be equal to the amount that is required to react with the reagent in my കോണിക്കൽ ഫ്ലാസ്ക്. അതായത് നമ്മുടെ ബ്യൂററ്റ് വഴി നമ്മളത് ഒഴിച്ചെടുക്കണത് നമ്മുടെ ആ കോണിക്കൽ ഫ്ലാസ്കിൽ ഇരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വോളിയം ഇല്ലേന്ന് വിച്ച് ഇസ് യൂഷ്വലി 20 ml. ആ 20 ml ഓഫ് ദിസ് സൊല്യൂഷനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ എടുക്കുന്ന കറക്റ്റ് വോളിയമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഇക്വലൻസ് പോയിൻറ്റ്. ഓക്കെ, ആൻഡ് ആ ഒരു ഇക്വലൻസ് പോയിൻറ്റിൽ ദ pH വിൽ ബി 7 ബിക്കോസ് ന്യൂട്രലൈസേഷൻ നടത്തി. ആ ബേസും അല്ല ഇതുമല്ല. this is the case for a titration between a strong acid and a strong base. So pH will be 7. Okay, so ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ ഈ ഒരു ടൈട്രേഷൻ ഇത് ചെയ്യണം. ആൻഡ് ജനറലി നമ്മൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഓക്കെ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു വാട്ട് ആർ ദ കണ്ടീഷൻസ്. ഓക്കെ, ദ സ്ട്രോങ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷൻ. അതായത് നമ്മുടെ ഈ ആസിഡ് ബേസ് തന്നെ ദർ ഇസ് എ സ്ട്രോങ് ആസിഡ് റിയാക്ടിങ് വിത്ത് എ സ്ട്രോങ് ബേസ്. ഓക്കെ, ഇവിടെ കിട്ടണം നമുക്കൊരു ന്യൂട്രൽ pH ഇസ് ഈക്വൽ ടു 7. ഇതിൻ്റെ എക്സാമ്പിളാണ് NaOHും HCl വെച്ചിട്ടുള്ള ടൈട്രേഷൻ. വേറൊരു ഇതെന്താ വെച്ചാൽ സ്ട്രോങ് ആസിഡ് ഇസ് റിയാക്ടിങ് വിത്ത് എ വീക്ക് ബേസ്. ഓക്കെ, now weak base ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ന്യൂട്രലൈസേഷൻ ഓർ കംപ്ലീറ്റ് ടൈട്രേഷൻ കഴിയുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് ദ pH വിൽ ബി ലെസ് ദാൻ 7. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളാണ് HCl ആൻഡ് Na2CO3. Na2CO3 is a weak base. Okay, another reaction നമുക്ക് അറിയണത് is a weak acid is reacting with a strong base. ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇത് സൊല്യൂഷൻ വിൽ ബി മോർ ബേസിക്. ആൻഡ് എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ് oxalic acid. It's a weak acid reacting with NaOH. Okay, so this is a weak acid strong base. So acidity or basicity of the substance നമുക്കറിയാം is defined by pH. അപ്പോൾ pH എന്ന് പറയുന്നത് is negative logarithm of hydrogen ion concentration. Okay, so pH of the solution will change during the reaction. ഇതാണ് സംഭവിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ റിയാക്ഷൻ കഴിഞ്ഞു എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ യു നീഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, യു നീഡ് എ പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ that is sensitive to pH. Okay, അതായത് the pH range of the indicator should match with the pH range of this neutralization reaction. ആ പി എച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു pH ചേഞ്ച് നടക്കുന്നുണ്ട്. ആ pH ചേഞ്ചിൻ്റെ റേഞ്ചിൽ തന്നെ ഈ ഇൻഡിക്കേറ്ററിനും they should be sensitive to pH and ആ റേഞ്ചിൽ ഇത് it should match to this range. Okay, so for a strong acid, അപ്പോൾ നമ്മുടെ 3 കേസ് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് കണ്ടീഷനിൽ ഓക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ജനറലി ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഫിനോഫ്താലിൻ ആണ് ഇൻഡിക്കേറ്റർ, ഓർ യു ക്യാൻ ഓൾസോ യൂസ് മീഥൈൽ ഓറഞ്ച്. Now, if you are taking a weak acid and a strong base, you have to use phenolphthalein. Okay, phenolphthalein ആണ് നമ്മൾ യൂസ് ചെയ്യുക. And for a strong acid and a weak base,
we will use methyl orange. അതുകൊണ്ടാണ് സോഡിയം കാർബണേറ്റിൻ്റെ ഇതിൽ നമ്മൾ ഏതാ യൂസ് ചെയ്ത മീഥൈൽ ഓറഞ്ച്. ആൻഡ് ഫോർ ഓക്സാലിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ you will take phenolphthalein. Okay, so this is what, and if you are taking strong acid, strong base, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. Now എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഹാസ് വൺ കളർ. Okay, the indicator will be in one color, and once the pH is changing it will be another color, and our color change ആണ് നമ്മൾ പറയുന്നത് is the end point. Okay, so നമ്മൾ അതുകൊണ്ടാണ് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഇക്വലൻസ് പോയിന്റിൽ തന്നെ ഈ കളർ ചേഞ്ച് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ദ കേസ് ഓഫ് HCl ആൻഡ് NaOH or H2SO4 ആൻഡ് Na2CO അത് ഇതിൽ. ഓക്കെ, ജനറലി അതിൻ്റെ V1M1N2 is equal to V2M2, or വേറെ രീതിയിൽ ഞാൻ പറയാം V1M1 by N1 is equal to V2N2 by small n2, where n is actually the number of moles of the reagent in the balanced equation. Okay, so നമുക്ക് എടുക്കാം sodium hydroxide plus HCl giving NaCl plus H2O. ഇതല്ലേ നമ്മൾ ആ സെക്കൻഡ് റിയാക്ഷൻ. ഇവിടെ നോക്കിക്കോളൂ, N1 is equal to N2 is equal to 1. So no problem. So ഈ കേസിൽ V1 M1 is equal to V2 M2. Okay, so ഈ കേസിൽ V1 M1 is equal to V2 M2. അപ്പോൾ നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് is the choice of an indicator. Okay, so ഈ നമ്മൾ എടുക്കുന്ന ചോയ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ pH ഓഫ് ദ സൊല്യൂഷൻ. ആൻഡ് നമ്മുടെ വീക്ക് ആസിഡ്സ് ഓക്കെ ജനറലി നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം വീക്ക് ആസിഡ് വീക്ക് ബേസ് എന്താണ് ചെയ്യാത്തത്. വീക്ക് ആസിഡ് വീക്ക് ബേസ് നമ്മൾ ചെയ്യാത്തത് എന്താ കാരണം വെച്ചാൽ കളർ ചേഞ്ച് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ഒബ്സർവ് ചെയ്യാൻ. ഓക്കെ, you can see that there is we have this bromothymol blue. Okay, ഇതൊരു ഇൻഡിക്കേറ്റർ ആണ് which is used in weak acid weak base titration. ആൻഡ് ഇവിടെ ഒരു ബേസ് ഒരു ഇച്ചിരി നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയാൽ ദറ്റ് ഈസ് if the pH is greater than 13.5 and the acid, suppose the base, okay, that nammal edukkana base is is greater than 13.5 and the acid in the pH is greater than 5.5, okay, then namukku idu use cheyan pattilla. You have to use alizarin yellow indicator. Now suppose if my pH is less than 0.5, okay, for the acid, okay, and the base has a pH less than 8.5, then we try to use thymol blue indicator. So ഇതാണ് ആ ഒരു കേസ്. അതായത് വീക്ക് ആസിഡും വീക്ക് ബേസിൻ്റെ ഒരു ഇച്ചിരി അത് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് മോറോവർ വാട്ട് യു യൂസ് ആർ when you have the pH greater than 13.5 and the acid greater than 5.5, you tend to use alizarin yellow indicator, and if it is less than 0.5 and less than the base pH is less than 8.5, you will use thymol blue. അല്ലെങ്കിൽ generally you use bromothymol blue indicator ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. Next we have to discuss about titration curve, which I'll take in the next lecture. Thank you.